കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരിൽ ഒരു മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവാണ് മരിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ സുരേഷ് വെള്ളിമുറ്റം അല്പസമയത്തിനകം ചേരും. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 24 പേരുടെ മരണമാണ് മലയാളികളുടേതായി സംഭവിച്ചത്. അതിൽ 19 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ആ 19 പേരിൽ ഇപ്പോൾ ഒരാളുടെ കൂടി മൃതദേഹം കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് തിരുവനന്തപുരം സ്വദേശി നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു എന്നയാളാണ് മരിച്ചത് എന്നാണ് അറിയാൻ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. സുരേഷ് വെള്ളിമുറ്റമുണ്ട്. സുരേഷ്, പുതിയ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഒരാളെ കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ 5 പേരെയാണ് ഇനി തിരിച്ചറിയാൻ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചറിഞ്ഞ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതാണ്. അദ്ദേഹം മൃതദേഹം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു എന്ന ആളുടേതാണ്. അദ്ദേഹം അവിടെ എത്ര വർഷമായി തൊഴിലിനായി എത്തിയിട്ടുണ്ട്, നാട്ടിൽ ഏത് സമയത്താണ് അവിടേക്ക് പ്രവാസ ലോകത്തേക്ക് പോയത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കമ്പനിയിൽ ഏത് വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അങ്ങനെ മരിച്ച മലയാളികളിൽ 24 പേരിൽ ഒരാളെ കൂടി തിരിച്ചറിയുമ്പോൾ 20 പേരെന്നാണ് മനസ്സിലാക്കുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞവരുടെ എണ്ണം. സുരേഷ്, കേൾക്കാമെങ്കിൽ പുതുതായി ലഭിക്കുന്ന സ്ഥിരീകരണം എന്താണ്? പ്രജീഷ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഈ ഒരുപക്ഷെ നമ്മുടെ നോർക്കയുടെ നേരത്തെ പറഞ്ഞിരുന്ന 24 എന്ന് പറയുന്ന കണക്കിൽ അവർ ചെറിയൊരു മാറ്റം വരുത്താൻ ഇടയുണ്ട്. അത് 22 സ്ഥിരീകരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും നോർക്കയുടെ ഭാഗത്തു നിന്നായിരിക്കും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. ഏതായാലും മരിച്ച മലയാളികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി കൂടി ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് തിരുവനന്തപുരം, എറണാകുളം സ്വദേശികൾ മരിച്ചവരുടെ പട്ടികയിലുണ്ട്. പേര്, വിവരവും സ്ഥലവും അറിയാൻ കാത്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. ഏതായാലും 20 പേരുടെ മൃതദേഹങ്ങൾ, മലയാളികളുടെ മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആകെ മരിച്ച 49 പേരിൽ 45 പേരാണ് ഇന്ത്യക്കാർ, 3 പേര് ഫിലിപ്പൈൻസ്, ഒരാൾ തിരിച്ചറിയാനുള്ള കൂട്ടത്തിൽ ഇപ്പോഴും ശേഷിക്കുന്നുമുണ്ട്. ആ മരിച്ച ഇന്ത്യക്കാരാണെന്ന് തിരിച്ചറിഞ്ഞ 45 പേരുടെ കൂട്ടത്തിലുള്ള 20 പേരെയാണ് ഇപ്പോൾ മലയാളികളായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 5 പേർ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആളുകളാണെന്നും വ്യക്തമായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വിവരങ്ങളും ശേഷിക്കുന്ന മലയാളികളുടെ വിവരങ്ങളും ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ കാണാതായവരുടെ കൂട്ടത്തിൽ നേരത്തെ 3 പേരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ ഒരാളാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാണാതെ അങ്ങനെയെങ്കിൽ മരിച്ച ആളുകളുടെ എണ്ണത്തിൽ എന്താണ് ഒരു തിരുത്ത് വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ നോർക്കയുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകേണ്ടത്? നോർക്കയുടെ ഭാഗത്തു നിന്നും അവർ ആദ്യ റിപ്പോർട്ട് അനുസരിച്ചാണ് മരിച്ചവരിൽ 24 മലയാളികൾ എന്നുള്ള ഒരു വിവരം അവർ നൽകിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ അത് പല സംഘടനകളും ആശുപത്രികളും ഒക്കെ ആയി ഒരുമിച്ച് അത് നോക്കുന്ന സമയത്ത് അത് 22 ആണെന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. പക്ഷെ അത് നോർക്ക വീണ്ടും അത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നും ഒരു അന്തിമ പ്രഖ്യാപനം വരിക. അത് മാത്രമല്ല, ഇനിയിപ്പോൾ തിരിച്ചറിയാൻ ഉള്ള മൃതദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളുണ്ട്. അതിനി മലയാളിയാണോ എന്ന് കൂടി അവരത് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നോർക്കയുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം വരിക. ഏതായാലും തിരുവനന്തപുരം സ്വദേശി കൂടി ഈ ദുരന്തത്തിൽ പെടുന്നു എന്നാണ് നമുക്ക് പുതുതായി അറിയിക്കാനുള്ളത് പ്രേക്ഷകരെ, അല്ലേ സുരേഷ്? അതെ, തീർച്ചയായും. ഇപ്പോൾ നമ്മൾ നോക്കിയ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ സ്വദേശിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ പാണ്ടനാട് താമസിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നിരണം സ്വദേശിയായിരുന്നു. നിരണത്തു നിന്ന് പാണ്ടനാട്ടേക്ക് വന്നതാണ്. അതിന്റെ ഒരു കൺഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇനിയിപ്പോൾ എറണാകുളം സ്വദേശിയുടേത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എറണാകുളം വരും. പക്ഷേ ഇടുക്കി ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നോ വയനാട് ജില്ലകളിൽ നിന്നോ ഒന്നും ഇതുവരെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതേസമയം തൃശൂർ സ്വദേശിയുണ്ട്, മലപ്പുറത്തുനിന്ന് 2 പേരുണ്ട്, കണ്ണൂരിൽ നിന്ന് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2 പേരുടേത്, കാസർഗോഡ് നിന്നും 2 പേരുടേതുണ്ട്. അങ്ങനെ പല ജില്ലകളിലായിട്ട് 20 പേരുടെ മരണമാണ് ഇപ്പോൾ മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ നിന്നാണ് താൻ.
സുരേഷ്, അപ്പോൾ ഇനി രണ്ടുപേരുടെ, കാരണം നമുക്ക് ഒരു സൂചന പോലെ സംശയം ലഭിക്കുന്നത് ഇനി ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ടുപേരുടെ കൂടിയാണ് അങ്ങനെയെങ്കിൽ ഇനി സ്ഥിരീകരിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ കഴിയും എന്ന് സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വലിയ സങ്കീർണതകളൊന്നും ഇല്ല എന്ന് പറയാമല്ലേ? സങ്കീർണതകളൊന്നും ഇല്ലാതെ ഇന്ന് രാത്രിയോട് കൂടി തന്നെ മൃതദേഹം അയക്കാനാണ്. ഇപ്പോൾ നമുക്ക് കേരളവുമായുള്ള സമയത്തിൽ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2.5 മണിക്കൂർ അധികമായി അവർക്ക് വൈകുന്നേരം കിട്ടുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അയക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ അധികൃതരുടെയൊക്കെ പ്രതീക്ഷ. മാത്രമല്ല, ഇതിൽ മറ്റേതെങ്കിലും ഒരു ക്രൈം അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണം നടത്തി അത് പൂർത്തിയാക്കേണ്ട സാഹചര്യം ഇതൊന്നുമില്ല. മരണവും സംബന്ധമായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ, അതോടൊപ്പം തന്നെ മറ്റ് പാസ്പോർട്ട് ക്യാൻസലേഷൻ നടപടികൾ, അങ്ങനെയുള്ള ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമേ പൂർത്തിയാക്കേണ്ടതുള്ളൂ. പാസ്പോർട്ട് ക്യാൻസലേഷൻ നടപടികളാണെങ്കിൽ ഇന്ത്യൻ എംബസി അതിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് താനും. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് മറ്റ് നടപടികൾ, എംബാമിംഗ് നടപടികൾക്ക് കുവൈറ്റ് സർക്കാരും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയും കുവൈറ്റും ഒരുമിച്ച് ഒരേപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും കഴിയും. പിന്നീട് മറ്റ് വിമാനം, ഈ മൃതദേഹമെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ വ്യോമസേനാ വിമാനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അക്കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.